ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗോസ്റ്റ് പാസിന്റെ. അത് നിങ്ങൾക്ക് മനസ്സിലായെന്നോ ഇല്ലയോ എന്ന്. അപ്പോൾ കുറേ കുട്ടികൾ മനസ്സിലായിട്ടില്ല എങ്ങനെയാണെന്ന് അതിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഗോസ്റ്റ് പാസ് സ്കില്ല്, ഗോസ്റ്റ് പാസ് എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ ഒരുപോലെ ഉണ്ടാവും, പക്ഷെ അതിന് കറക്റ്റ് അതിന് പറ്റിയ പേര് തന്നെ ഗോസ്റ്റ് പാസ്. അപ്പോൾ ആ സ്കില്ല് എങ്ങനെയാണ് നമുക്കിന്ന് പഠിക്കാൻ നമുക്ക് നോക്കാം. സിമ്പിളാ, വലിയ അധികം എഫേർട്ടൊന്നും എടുക്കണ്ട, പക്ഷെ കുറച്ച് മൈൻഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായ ഒരു നമ്മളെ ഭാവങ്ങളും വരുതെല്ലാം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഗോസ്റ്റ് പാസ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളെ മുമ്പിലുള്ള ഡിഫൻഡറെ നമ്മൾ വേറൊരാൾക്ക് പാസ് കൊടുത്തതിന് തെറ്റായ ഒരു ധാരണ നമ്മൾ ധരിപ്പിക്കുക. നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ അപ്പുറത്ത് ബോൾ പാസ് കൊടുക്കുന്ന പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന സ്വാഭാവികമായിട്ടും ഒരു ഡിഫൻഡർ മാക്സിമം ഒരു പ്ലെയറെ മാർക്ക് ചെയ്ത് നിൽക്കുള്ളൂ. അടുത്ത പ്ലെയർ എടുക്കുക അധികം ബോൾ പോകുമ്പോൾ അത് അടുത്ത പ്ലെയർ നോക്കിക്കോളും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. അപ്പുറത്തുണ്ടെങ്കിൽ അപ്പുറത്തെ പ്ലെയർ ഉണ്ടാവും. ചില സമയം നമുക്ക് എല്ലായിടത്തും വാച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. നല്ല ഇന്റലിജന്റ് ഡിഫൻഡർ ആണെങ്കിൽ അപ്പുറം പ്ലെയർ ഇല്ല, അപ്പുറം തന്നെ മനസ്സിലാവും. ഒരു നോർമലായിട്ടുള്ള ഒരു കളി കുറെ കളിച്ചിലാകുമ്പോൾ ഒരു പ്ലെയർ എടുക്കുന്ന മറ്റൊരു പ്ലെയർക്ക് പാസ് കൊടുക്കുമ്പോൾ ഡിഫൻഡർ സ്വാഭാവികമായിട്ട് വരൂല. പക്ഷെ നമ്മൾ തന്നെ ഒരു സ്കിൽ എടുത്തിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും മാർക്ക് ചെയ്ത് നമ്മൾ എന്തായാലും ബോൾ ടാക്കിൾ ചെയ്യാൻ വരും. അപ്പൊ നമ്മൾ സ്കിൽ എടുത്ത് പോകുന്നില്ല, നമ്മൾ വേറൊരാൾക്ക് പാസ് കൊടുത്തതെന്ന് അങ്ങനെ ഒരാളെ ഇല്ലാത്തടത്ത് നമ്മളൊരു പ്രേതത്തിന് പാസ് കൊടുക്കുന്ന പോലെ വെറുതെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ പോയി എടുക്കുന്നതിനാ ഈ ഗോസ്റ്റ് പാസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആളില്ലല്ലോ, അവിടെ ഒരു പ്രേത സങ്കല്പമാണല്ലോ. അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ എടുത്തു പോകുന്നതാ ഈ ഗോസ്റ്റ് പാസ് എന്ന് പറയുന്നത്. അപ്പൊ അതങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യാന്ന് വെച്ചാൽ വേറെ മുമ്പിൽ നിന്ന് കളിക്കുന്നില്ലേ, നിന്ന് മെല്ലെ മെല്ലെ മറ്റേ ഈ കാലിലിട്ട് മെല്ലെ സ്റ്റാൻഡ് ചെയ്ത് കളിക്കുന്ന സ്ട്രൈക്കറാന്ന് അദ്ദേഹത്തിനെ ധരിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു വ്യക്തിക്ക് എങ്ങനെയാണോ പാസ് കൊടുക്കുക അത് നല്ല കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ എടുക്കും. നമുക്ക് നോ ലുക്കിൽ വേണമെങ്കിലും കൊടുക്കാം, ലുക്ക് ചെയ്തിട്ട് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ഒരു ഇതെന്നാ വെച്ചാൽ നമ്മളിപ്പോ ഇപ്പുറത്ത് നമ്മൾ പാസ് കൊടുക്കുന്ന പോലെ നമ്മൾ നോ ലുക്കിൽ ജസ്റ്റ് ഒന്ന് പാസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സെക്കൻഡ് നമ്മളൊന്ന് അവിടെ സ്റ്റാൻഡ് ആവണം. നമ്മൾ പാസ് കൊടുത്തൊന്ന് സ്റ്റാൻഡ് ആയി കഴിഞ്ഞാൽ ബോൾ അപ്പുറം പോയി എന്നുള്ള ഒരു ധാരണയിലായിരിക്കും ഡിഫൻഡർ. ആ സ്റ്റാൻഡ് ആയതിനു ശേഷം പെട്ടെന്ന് ബോൾ പോയിട്ട് എടുത്തോളൂ. ഡിഫൻഡർ റൂമിൽ നിന്ന് ജസ്റ്റ് സ്കില്ലെല്ലാം ഇടാൻ നോക്കി നമ്മൾ അപ്പുറം പാസ് കൊടുക്കുന്ന പോലെ ജസ്റ്റ് നോ ലുക്ക് പാസ് ഇടുക, അപ്പോൾ ജസ്റ്റ് പോയി എടുക്കുക. എന്നിട്ട് പോസ്റ്റ് അടിക്കോ, സ്കില്ലെടുത്ത് കളിക്കോ, പാസ് കൊടുക്കോ, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇത് നിങ്ങൾ കളിയിൽ വർക്കൗട്ട് ആവും. ഇതിൽ വർക്കൗട്ട് ആകാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പാസ് ആർക്കാണ് കൊടുക്കുന്നത് ആ രീതിയിൽ തന്നെ നമ്മളൊരു ഫ്രീ സ്പേസിലേക്ക് ബോൾ തള്ളുക. ഫ്രീ സ്പേസ് ആയാൽ മാത്രമാണ് അവിടത്തേക്ക് ബോൾ തള്ളുക. ബോൾ തള്ളിയിട്ട് ചെറിയൊരു സെക്കൻഡ് അല്ല, ചെറിയൊരു മൈന്യൂട്ടായ ഒരു സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യുക. നമ്മൾ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, പിന്നെ സഡൻ ആയിട്ട് നമ്മൾ ഓടിയാൽ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നോ ലുക്ക് അല്ലാണ്ട് വേണമെങ്കിൽ സെയിം സൈഡ് തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് സെയിം സൈഡിന് ഇവിടെ ഒരു പ്ലെയർ വരുന്ന പോലെ നമ്മളിവിടുന്ന് കളിപ്പിക്കുന്നത് നമ്മളിങ്ങനെ കൊടുക്കാൻ അവിടെ കേരടാന്ന് പറയുന്നത് ജസ്റ്റ് ഒന്നുമില്ല, പ്ലെയർ ഒന്നുമില്ല, നമ്മൾ പ്ലെയർ ഉള്ള പോലെ സംഘടിപ്പിക്കുന്നത്. അവിടെ വാട ബോൾ മേടിക്കടാന്ന് പറയുന്നത്, എന്നിട്ട് ബോൾ കൊടുക്കുന്ന പോലെ കൊടുക്കുന്നത്, എന്നിട്ട് നമുക്ക് ബോൾ പോയി എടുത്താലും നമുക്കിത് സക്സസ് ആയിട്ട് യൂസ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമ്മളവിടെ ഒരു പ്ലെയർ വരുന്നുണ്ടെന്ന് നമ്മൾ തെറ്റായ ഒരു ധാരണ നമുക്ക് ഡിഫൻഡറിന് മേലെ നമുക്ക് നമ്മളെ വെറുതെ വർത്താനത്തിലൂടെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അവിടെ ഒരു പ്ലെയർ വരുന്നുണ്ടെന്ന് ഒരു ഡിഫൻഡർ കൺഫേം ആവും, നമ്മൾ പാസ് കൊടുത്തത് അദ്ദേഹത്തിനാണ് കൺഫേം ആവും. പക്ഷെ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രീ സ്പേസിൽ നമ്മൾ തള്ളി കളിക്കാൻ പാടുള്ളൂ, ഇല്ലാണ്ട് അപ്പുറത്തെ അവന്റെ ഡിഫൻഡറെ കാലിട്ടിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കാവൂല. അപ്പോൾ നമ്മൾ ഒന്നാമത് ഫ്രീ സ്പേസ്, രണ്ടാമത് നമ്മൾ ഒരാൾക്ക് പാസ് ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ അതേ ഒരു പൊസിഷനിൽ നമ്മൾ ഡിഫൻഡർക്ക് തോന്നാത്ത പോലെ രണ്ടാമത് ഇടുക. പിന്നെ നമ്മളൊരു ചെറിയൊരു സെക്കൻഡ് നമ്മളവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ബോളിന് സഡൻ ആയിട്ട് ഫാസ്റ്റിൽ മൂവ് ചെയ്തിട്ട് ബോൾ എടുത്ത് കളിച്ചാൽ നമുക്ക് സക്സസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ നടക്കണം.